മജു അപ്പോ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി കാണും? ഞാൻ പോവാത്ത സ്ഥലവും എടുക്കാത്ത പണിയും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഇവിടെ എത്തി. ജോണേട്ടൻ ആ പെണ്ണിന്റെ ചന്തിക്ക് നോക്കിയാ ഒന്ന് പോയെന്റെ മജുവേ. ആ പെണ്ണിന്റെ കെട്ടിയോണ്ടേ ചള്ളക്ക് അടിയിട്ടാഞ്ഞ ഭാഗ്യം. അല്ല മജു, വീട്ടിൽ സാധനം വല്ല ഇരിപ്പുണ്ടോ? കൊള്ളാല്ലേ? ഈ ബീറൊക്കെ അടിച്ച ഒന്നും ആവത്തില്ലെന്നേ. ജോണേട്ടാ, ഈ ഒറ്റയ്ക്ക് ജീവിക്കലല്ലേ ഭയങ്കര ബോറടിയാ. എടാ, നിനക്ക് ഈ പെണ്ണും പിടക്കോഴി ഒന്നും ഇല്ലാത്തോണ്ട് തോന്നുന്നതാ. നിനക്കറിയാൻ മേലാഞ്ഞിട്ട് ഇത് മുടിഞ്ഞ തലവേന കേസാന്നേ. ഇവളുമാരോടൊക്കെ വേണമെന്ന് വെച്ചാ വേണ്ടാന്ന് പറയും, ഓക്കെ ആണോ എന്ന് വെച്ചാ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ ഓക്കെ ആണോ ആയിരിക്കത്തില്ല. ഈ അണ്ടർവെയർ പോലെയാ, പുറത്തുനിന്ന് നോക്കിയാ ആരും കാണത്തുമില്ല, എന്നാ ഇടാതിരിക്കുന്ന സുഖം. ഏത് ചേട്ടൻ്റെ ഒരു ഷഡ്ഡി കോമഡി. അതല്ല ഏട്ടാ, ഞാനിപ്പോൾ കുറേ ആയിരുന്നേ. മെയിനായിട്ട് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെ. ഒറ്റയ്ക്കാന്നേ. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നിഴൽ പോലും എൻ്റെ കൂടില്ലാത്ത പോലെ തോന്നും. അടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണേൻ്റെ എൻട്രി. ഇപ്പം ഞാൻ ഓക്കെയാന്നേ. പ്രശാന്തേ, നീ മജു അല്ലെന്നൊക്കെ എനിക്കറിയാം. 20 വർഷം മുമ്പ് നീ ഒരു പാവം പെങ്കൊച്ചിനെ ആ പൂവത്തുങ്ക പാടത്ത് ഇരുട്ടിൻ്റെ മറ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോൾ വിചാരിച്ചില്ലല്ലേ കൊല്ലം കുറച്ച് കഴിഞ്ഞാലും കേരള പോലീസ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. പ്രശാന്തേ, പോവല്ലേ? ജോണേട്ടൻ, അല്ല സാറേ, അവളെ ഞാൻ കൊന്നു എന്നാണോ സാറ് പറഞ്ഞു വരണേ? എൻ്റെ അച്ഛനെ എനിക്ക് കൊല്ലാൻ പറ്റുമോ സാറേ? അന്ന് ഈ വാറുണ്ണി മുതലാളിയുടെ പോലീസിനും പൈസയ്ക്കും എന്നെ കുറ്റക്കാരനാക്കണം. ചെയ്യാത്ത കുറ്റം സമ്മതിക്കാനും അത് തിരിച്ചു തെളിയിക്കാനുള്ള ധൈര്യം എനിക്ക് അന്ന് ഉണ്ടായില്ലേ ജോൺ സാറേ. ഞാൻ അതുകൊണ്ടൊന്ന് ഒളിച്ചോടി പോന്നാ. ജോൺ സാർ എൻ്റെ ചേട്ടനെ പോലെയാ. ജോൺ സാർ എന്നെ രക്ഷിക്കണതിന്. അതെങ്ങനെയാ സാറ് ഇത്രയും കൊല്ലം ഞാൻ മെനക്കെട്ട് പിടികൊടുക്കാണ്ട് നടന്നപ്പോ സാറ് നൈസായിട്ട് വന്ന് എന്നെ തൂക്ക. ജോൺ സാറേ, ഇതുപോലെ നമ്മൾ കിടന്ന് പെട്ടഞ്ഞ എന്റെ കയ്യില്. ജോൺ സാർ കളിക്ക് കൈ വിട്ട് ജോൺ സാറേ. ഹലോ, ഗുഡ് മോർണിംഗ് ഫിലിപ്പ് സാർ. എന്തായി? അത് പ്രശാന്ത് ഒന്നും അല്ലായിരുന്നു, അതെന്തോ റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. ചുമ്മാ സമയം കളഞ്ഞു. അല്ലെങ്കിലും താൻ അന്വേഷിക്കുന്ന കേസുകളിലെ പിടികിട്ടാ പുള്ളികളായ പ്രതികളൊന്നും പിന്നീട് പുറം കണ്ടിട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഒരു കുടുംബത്തെ മുഴുവൻ ചുട്ടരിച്ചു കൊന്ന ഒരു പ്രതി UK എവിടെയോ ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. വൺ മിസ്റ്റർ കാളിയൻ. അയാളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. Man on the mission, yeah, I'm on the street. Eyes on the danger, boots on the beat. Clean all the dirt, bring order to the scene. Justice on my hands, keep the city clean.